STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് പരിസ്ഥിതി ദിനാചരണം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബും പ്രകൃതി സംരക്ഷണ സംഘവും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV സുമതി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കരനെൽ കൃഷിക്ക് പെരുന്തുരുത്തിയിൽ തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവും പരിസ്ഥിതി ദിനാചരണവും നടത്തി. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് BJP മേഖലയിൽ വൃക്ഷത്തൈകൾ നട്ടു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കേ കോട്ടൂർ ഗ്രാമീണ വായനശാല ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. വാർത്തകൾ വിശദമായി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് പരിസ്ഥിതി ദിനാചരണം നടത്തി. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കാനാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തത്. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ വാർഡ് മെമ്പർ സുരേഖ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ നൽകി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമീപത്തെ വീടുകളിൽ തൈ കൊണ്ടുപോയി കൊടുത്തു. സ്കൂളിൽ വിദ്യാർത്ഥികൾ മഴക്കുഴിയും നിർമ്മിച്ചിട്ടുണ്ട്. രീതിയിലാണ് ഇതിനോട് സഹകരിക്കുന്നതും പങ്കെടുക്കുന്നതും. ഈ നമ്മുടെ ഇന്നത്തെ ഈ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷം പെങ്ങാമുക്ക് GLP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ TS മണികണ്ഠൻ, സുരേഖ, അർജുനൻ, ഹമീദ് എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ അധ്യക്ഷത വഹിച്ചു. അവരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിദ്യാലയത്തെ ഹൈടെക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി. വരും 2-3 വർഷം കഴിയുമ്പോഴേക്കും ഈ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാലയമായി എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി മാറ്റുക. പോർക്കുളം പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണവും ജൈവ വൈവിധ്യ പാർക്കിന്റെ ഉദ്ഘാടനവും മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ഉദ്ഘാടന യോഗത്തിന് PTA പ്രസിഡന്റ് ശ്രീ P അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് ജിജി ടീച്ചർ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി അർച്ചന ടീച്ചർ നന്ദി പ്രകടിപ്പിച്ചു. പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച മൈക്രോസ്കോപ്പുകൾ, മേശകൾ, കസേരകൾ എന്നിവയുടെ വിതരണവും പ്രസ്തുത യോഗത്തിൽ വെച്ച് നടന്നു. ഞാനും പങ്കാളിയാകും. എന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ വീട്ടിലെ മാലിന്യം ജൈവ അജൈവ മാലിന്യമായി തരംതിരിക്കുമെന്നും ജൈവ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുമെന്നും അജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി പോർക്കുളം MKM UP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മധു പുന്നത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ റാലിയും ഉണ്ടായിരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബും പ്രകൃതി സംരക്ഷണ സംഘവും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളം പ്രസ് ക്ലബും പ്രകൃതി സംരക്ഷണ സംഘവും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളവും സംയുക്തമായി ലോക പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഡെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു.
കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം ഡോക്ടർ സജി സൈമൺ നിർവഹിച്ചു. തുടർന്ന് മനീഷ് കണിപ്പയ്യൂരിന്റെ ബോധവൽക്കരണ ക്ലാസ്, പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ, ക്വിസ് മത്സരം, മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം എന്നിവയും നടന്നു. ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തകൻ ശ്രീ വിനോദ് കാട്ടകാമ്പാൽ നന്ദി പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV സുമതി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സാക്ഷരതാ മിഷൻ ഒരു പഠിതാവ് ഒരു മരം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി AV സുമതി ക്ലാസ് ലീഡർ ജോഷിക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, മെമ്പർമാരായ പ്രീതി സുരേഷ്, ജെയ്സൺ ചാക്കോ, കൗസല്യ, സെന്റർ കോർഡിനേറ്ററായ അമ്പിളി, പ്രേരകായ സതി, ടീച്ചേഴ്സായ ധന്യ, സനിത, നീതു എന്നിവരും +1, 10 തുല്യത പഠിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കരനെൽ കൃഷിക്ക് പെരുന്തുരുത്തിയിൽ തുടക്കമായി. ഇടതു സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ഓണത്തിനൊരു പറ നെല്ല്, ഓണത്തിനൊരു പുറം പച്ചക്കറി എന്ന മുദ്രാവാക്യമുയർത്തി കരനെൽ കൃഷിക്ക് തുടക്കമായി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ വിത്തെറിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ കോടത്തൂർ ഗംഗാധരൻ, അർജുനൻ, ഹമീദ് എന്നിവരും NK അബ്ദുൾ മജീദ് കൃഷി ഓഫീസർ എന്നിവരും പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവും പരിസ്ഥിതി ദിനാചരണവും നടത്തി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവും പരിസ്ഥിതി ദിനാചരണവും കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സുമ ഗംഗാധരൻ വൃക്ഷത്തൈ നട്ടു. മിഷ സെബാസ്റ്റ്യൻ, മറ്റ് കൗൺസിലർമാർ എന്നിവരും പങ്കെടുത്ത യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ അധ്യക്ഷത വഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ.
Roja Park Manufacturing Office, NVKM and Sons Dindigal. Zone Distributor, Roja Agencies Kunnamkuളം. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് BJP മേഖലയിൽ വൃക്ഷത്തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് BJP അയനൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. അയനൂർ ഗാന്ധി റോഡിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ രജീഷ് അയനൂർ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. സിംജിൽ, ഷാജു, ഗോകുൽ ബാലൻ, കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലസ്വരാജിന്റെ ഭാഗമായി BJP കാട്ടകമ്പൽ പഞ്ചായത്തിൽ പെങ്ങാമുക്ക് പീഡികേശ്വരം അമ്പല ഗ്രൗണ്ടിലും പെങ്ങാമുക്ക് UP സ്കൂൾ കോമ്പൗണ്ടിലും വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി ജെബിൻ PJ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കൂനത്ത്, ജലജ KV, ട്വിങ്കിൾ CC, മുരളീധരൻ, ബെന്നി കാഞ്ഞിരമുക്ക്, സിജീഷ്, പ്രനിൻ, അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളം ടേസ്റ്റി മന്ത്ര ഓഡിറ്റോറിയത്തിൽ മുൻ KPCC പ്രസിഡന്റും MLAയുമായ ശ്രീ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം നേതാക്കളായ TJ രാജു, ബിബിൻ ആലപ്പാട്, ജോൺസൺ പയ്യപ്പള്ളി, അബ്ദുൾ അസീസ്, വർഗീസ് തരകൻ, ലബീബ് ഹസൻ എന്നിവർക്ക് പുറമെ കോൺഗ്രസ് നേതാക്കന്മാരായ TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, K ജയശങ്കർ എന്നിവരും പ്രസംഗിച്ചു. ആകെ ഒന്ന് കുറച്ചത് 10 തവണ കൂട്ടിയപ്പോഴാണ് ഒരു തവണ കുറച്ചത്. അതേസമയത്ത് സ്വകാര്യ ബസ്സുകാരെ സംബന്ധിച്ച് കൂടുന്നതനുസരിച്ച് കൂട്ടി കിട്ടുന്നില്ല. പറയുമ്പോ പറയുന്നില്ലാതെ കാര്യം പോട്ടെ, കൂടുന്ന സമയത്ത് ഇത് കൂട്ടുന്നില്ല. മാത്രമല്ല പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ കാലത്ത് സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ബസ്സിൽ പകുതിയിൽ കൂടുതൽ വിദ്യാർത്ഥികളായിരിക്കും സഞ്ചരിക്കുക. സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും അതിന് നേരെ കണ്ണടയ്ക്കാൻ സാധ്യമല്ല. വടക്കേ കോട്ടൂർ ഗ്രാമീണ വായനശാല ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേ കോട്ടൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ 50ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വായനശാല പരിസര ശുചീകരണവും മുക്കൂട്ട് സെന്റർ അങ്കലവാടി റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം ഒരാഴ്ച നിലനിർത്തുവാനും ഈ കാലഘട്ടത്തിൽ 100 വൃക്ഷത്തൈകൾ നടുവാനും 10 മഴക്കുഴികൾ നിർമ്മിക്കാനും ഭാരവാഹികൾ തീരുമാനിച്ചു. വായനശാല സെക്രട്ടറി ലക്ഷ്മണൻ, പ്രസിഡന്റ് ശ്രീരാഗ്, സാലിഷ്, അഖിൽ, പ്രത്യുഷ്, ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. രക്ഷിക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മഴക്കുഴി നിർമ്മാണം, വൃക്ഷത്തൈകൾ ഓരോ വീട്ടിലും ഒരു വീട്ടിൽ ഒരു വൃക്ഷത്തൈ പുതുതായി നട്ടുപിടിപ്പിക്കുക. വായനശാലയുടെ നേതൃത്വത്തിൽ ആ വീട്ടിലെ അംഗങ്ങളുടെ സംരക്ഷണയിൽ ആ മരത്തെ വളർത്തുക എന്നുള്ളൊരു മുദ്രാവാക്യം. അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ. വിപണി അടയ്ക്ക പഴയത് 4200 രൂപ, പുതിയത് 4150 രൂപ മുതൽ 4404 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3450 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് പരിസ്ഥിതി ദിനാചരണം നടത്തി.
പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബും പ്രകൃതി സംരക്ഷണ സംഘവും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV സുമതി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കരന്തൽ കൃഷിക്ക് പെരുന്തുരുത്തിയിൽ തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവും പരിസ്ഥിതി ദിനാചരണവും നടത്തി. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് BJP മേഖലയിൽ വൃക്ഷത്തൈകൾ നട്ടു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കേ കോട്ടൂർ ഗ്രാമീണ വായനശാല ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.